അസാധാരണമായ അവസ്ഥയും ജനിതക അപൂർവതയും കാരണം മെക്സിക്കൻ കുടുംബം ഗിന്നസ് വേൾഡ് റെക്കോർഡിൻ്റെ ഏറ്റവും പ്രശസ്തമായ പദവികളിൽ അർഹമായ ഒരു സ്ഥാനം നേടി. ലോകത്തിലെ ഏറ്റവും വലിയ രോമമുള്ള കുടുംബം എന്ന പദവി നേടി. മെക്സിക്കോയിൽ നിന്നുള്ള വിക്ടർ ലാറി ഗോമസ്, ഗബ്രിയൽ ഡാനി റാമോസ് ഗോമസ്, ലൂയിസ ലിലിയ ഡീലിറ അസവസ് എന്നിവർ 19 പേരടങ്ങുന്ന ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. 5 തലമുറകളായി വ്യാപിച്ചു കിടക്കുന്ന ഒരു അടുത്ത കുടുംബമാണിത്. ഒരു സവിശേഷ സാഹചര്യത്തിൽ കുടുംബത്തിലെ 4 അംഗങ്ങളെയും കൺജനിറ്റൽ ജനറലൈസ്ഡ് ഹൈപ്പർട്രൈക്കോസിസ് എന്ന വളരെ അപൂർവമായ ഒരു ജനിതകാവസ്ഥ ബാധിക്കുന്നു. അവരുടെ അവസ്ഥയുടെ ആദ്യത്തെയും ഏറ്റവും ശ്രദ്ധേയതുമായ സവിശേഷത മുഖത്തും ശരീരത്തിലും അമിതമായ രോമ വളർച്ചയാണ്. റിപ്പോർട്ട് അനുസരിച്ച് വാർത്താ റിപ്പോർട്ടുകളിലും ശാസ്ത്ര സാഹിത്യത്തിലും 100-ൽ താഴെ കേസുകൾ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ജനന സമയത്ത് ഹൈപ്പർട്രൈക്കോസിസ് പ്രത്യക്ഷപ്പെടാം, അല്ലെങ്കിൽ കാലക്രമേണ വികസിക്കാം. കൂടാതെ ഏറ്റവും വലിയ രോമമുള്ള കുടുംബത്തിന്റെ കാര്യത്തിൽ ഇത് ജനന സമയത്ത് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ജന്മന ഉള്ള പ്രശ്നമാണ്. ഗോമസ് കുടുംബത്തിൽ സ്ത്രീകൾക്ക് നേരിയ മുതൽ ഇടത്തരം വരെ നീളമുള്ള മുടിയാണുള്ളത്. അതേസമയം കുടുംബത്തിലെ പുരുഷന്മാരുടെ കൈപ്പത്തികളും കാലുകളും ഒഴികെ ശരീരത്തിന്റെ ഏകദേശം 98% ഭാഗങ്ങളിലും കട്ടിയുള്ള രോമങ്ങളുണ്ട്. ലാറി വൂൾഫ്മാൻ എന്ന വിളിപ്പേര് നേടിയിട്ടുണ്ട്. 1941 പുറത്തിറങ്ങിയ ദി വൂൾഫ്മാൻ എന്ന ചിത്രത്തിൽ നായകന്റെ പേരിൽ നിന്നാണ് അദ്ദേഹം ഈ പേര് സ്വീകരിച്ചത്. കൂടാതെ ശരീരത്തിന്റെ 98% കട്ടിയുള്ള കറുത്ത മുടിയാൽ മൂടപ്പെട്ട തന്റെ ജീവിതത്തെക്കുറിച്ച് പലപ്പോഴും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. അതുല്യമായ രൂപം തീർച്ചയായും അദ്ദേഹത്തിന്റെ ജീവിതം എളുപ്പമാക്കിയില്ലെങ്കിലും വർഷങ്ങളായി ലാറി ആത്മവിശ്വാസം കണ്ടെത്തി. ജീവിതത്തിൽ പ്രചോദനാത്മകവും പോസിറ്റീവുമായ കാഴ്ചപ്പാടുള്ള വലിയ മനസ്സുള്ള ഒരു കുടുംബനാഥൻ എന്നറിയപ്പെടുന്ന ലാറി തന്നെയും തന്റെ അവസ്ഥയും സ്നേഹിക്കാൻ പഠിച്ചു. പ്രതികൂല സാഹചര്യങ്ങളും സ്വീകാര്യതയും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതയാത്ര. വർഷങ്ങളോളം മെക്സിക്കൻ നാഷണൽ സർക്കസിൽ ജോലി ചെയ്യുകയും സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തതിനു ശേഷം ലാറി തന്റെ രൂപഭാവത്തെ സ്നേഹിക്കാൻ പഠിച്ചു. ലോകത്തിലെ ഏറ്റവും രോമമുള്ള ആളുകളിൽ ഒരാളാക്കുന്നത് എന്നെ പ്രത്യേകതയുള്ളവനാക്കുന്നു, ഞാനും പ്രശസ്തനാണ്, അദ്ദേഹം പറയുന്നു. ലാറി ഒരു കഴിവുള്ള അക്രോബാറ്റ്, ട്രപ്പീസ് കലാകാരൻ, ജംഗ്ലർ എന്നിവരാണ്. കൂടാതെ ഹോളിവുഡിൽ തനിക്കായി ഒരു പേരുണ്ടാക്കിയിട്ടുണ്ട്. റോബർട്ട് പാറ്റിസൺ, റീൽസ് വിത്ത് സ്പൂൺ എന്നിവർക്കൊപ്പം വാട്ടർ ഫോർ എലിഫൻസ് എന്ന വിജയ ചിത്രത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മാസത്തിലൊരിക്കൽ തന്റെ മുടി പരിപാലിക്കാറുണ്ടെന്നും എന്നാൽ മുടി എപ്പോഴും വേഗത്തിൽ വളരുമെന്നും ലാറി പറയുന്നു. ചിലർ എന്നോട് ചൊറിച്ചിലുണ്ടോ എന്ന് ചോദിക്കും, ഞാനില്ല എന്ന് പറയും, അദ്ദേഹം പറയുന്നു. ഇതെന്റെ സാധാരണ ജീവിതമാണ്, ഞാൻ ഇതിനോട് പരിചിതനാണ്. ഇപ്പോൾ ലാറി കാലിഫോർണിയയിലെ സാൻ ബെർണാർഡിനോയിലാണ് താമസിക്കുന്നത്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് നന്ദി ഹൈപ്പർട്രൈക്കോസിന്റെ വ്യതിയാനങ്ങളും ക്രിസ്റ്റുസവും തമ്മിൽ വേർതിരിച്ചറിയാൻ സാധിച്ചു. എക്സ് ലിങ്ക്ഡ് ഹൈപ്പർട്രൈക്കോസിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടാമത്തെ അവസ്ഥ സ്ത്രീകളെ മാത്രമേ ബാധിക്കുകയുള്ളൂ. ഹോർമോസോണുകൾ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. സ്ത്രീ ശരീരത്തിന്റെയും മുഖത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ കട്ടിയുള്ളതും ഇരുണ്ടതുമായ രോമങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ അവസ്ഥ വളരെ അപൂർവമാണെങ്കിലും ഹൈപ്പർട്രൈക്കോസിന്റെ മറ്റു പല ശ്രദ്ധേയമായ കേസുകൾ മുൻകാലങ്ങളിൽ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ അവസ്ഥയുള്ള പ്രഭുക്കന്മാരും കലാകാരന്മാരും അവരുടെ ശ്രദ്ധേയമായ രൂപഭംഗി കാരണം നൂറ്റാണ്ടുകളായി പ്രശസ്തരായി തീർന്നിട്ടുണ്ട്. അവരുടെ കഥകൾ ഇന്നും അത്ഭുതം ജനിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ ഈ വ്യത്യാസങ്ങളെ ആഘോഷിക്കുകയും ഹൈപ്പർട്രൈക്കോസിസിനെ കുറിച്ച് കൂടുതൽ അറിയുകയും ചെയ്യുമ്പോൾ ഗോമസ് കുടുംബവും അവരുടെ അത്ഭുതകരമായ കഥയും ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് വാർഷികങ്ങളിൽ ഒരു ഐക്കണായി തുടരുന്നു.